ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ദൈവജനമേ, ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടുന്ന് വലത് കരം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മൾ ഏതവസ്ഥയിലും ഏത് നേരത്തും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ ചെന്നാലും അവിടത്തേക്ക് അനുഗ്രഹിക്കാനേ സാധിക്കൂ. ദൈവം അബ്രാഹത്തെ വിളിക്കുമ്പോൾ പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. യു ആർ എ ബ്ലെസ്സിങ്. എൻ്റെ വീട്ടിൽ ഓരോരുത്തരും ഒരു അനുഗ്രഹമാണ്. എൻ്റെ പപ്പ ഒരു അനുഗ്രഹമാണ്, എൻ്റെ മമ്മി ഒരു അനുഗ്രഹമാണ്. അങ്ങനെ എല്ലാവരും. എങ്ങനെയാണ് അനുഗ്രഹമായി തീരുവാൻ സാധിക്കുന്നത്? അതാണ് തിരുഹൃദയ രൂപത്തിലെ ഇടത് കൈ ഒരു ചൂണ്ടുപലക പോലെ ചൂണ്ടിക്കാണിക്കുന്നത്. നിന്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തുക. ആ തിരുഹൃദയം മുൾമുടി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അതെ, നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും, കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള നീറുന്ന പ്രശ്നങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുക. യേശയ്യാ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുത്തുന്ന, മരുഭൂമിയിലൂടെ നദികൾ ഒഴുക്കുന്ന, തപിച്ച മണലാരണ്യം ജലാശയമായി മാറുന്ന ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹമായി തീരുവാൻ. തിരുഹൃദയത്തിൻ തണലേകി എന്നെ തളരാതെ താങ്ങുന്ന കരുണാമയ രക്ഷകാ, നീ എന്നിൽ വാഴുവാനായി ദിവ്യകാരുണ്യമായി വന്നിടൂ. മോക്ഷമേ ഞാൻ